വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇപ്പം എൻ്റെ ഇറക്കം കുറച്ച് കൂടുതലാണ്, കാരണം കുറേ ദിവസത്തിന് ശേഷം പനി ഒന്ന് കുറഞ്ഞു കിട്ടി ഗൈസ്. ഈ ഇളക്കം കാരണം ചിലപ്പോൾ വീണ്ടും കൂടും. എന്ന് കണ്ടു മൂണൊക്കെ നല്ല ഉദിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. കണ്ടോ പ്രകൃതി ഭംഗി, എന്താ ഒരു ഭംഗി. ദേ ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടോ, എന്ത് ഭംഗിയാണ് നമ്മുടെ. ഗൈസ് ദിസ് ഈസ് മമ്മീസ് ബസ്മതി. നമുക്കിതിനൊന്ന് കിണിക്ക് കാണിച്ചു കൊടുക്കാം. ഗൈസ് എനിക്ക് എത്തൂല, അതുകൊണ്ട് നമ്മൾ ഒരു കമ്പിട്ടൊക്കെ കിണിക്കുക. ഈ സൗണ്ട് നല്ല രസമാണ് ഗൈസ്. പക്ഷെ ഇത് കാറ്റിലാണ്, പക്ഷെ സൗണ്ട് കേൾക്കൂല. മുകളിൽ ഒരെണ്ണമുണ്ട്, അത് സെറ്റാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് ഇങ്ങനെ മൂന്നാക്കുണ്ടല്ലോ ഈ സ്ഥലം, എനിക്കങ്ങനെ നേരെ കളിക്കാൻ അറിയില്ല. അതുപോലത്തെ ഒരു വാക്ക് ഞാൻ ഉണ്ടാക്കി ഗൈസ്. ഇപ്പൊ എന്റെ സ്വന്തം വാക്ക് കാണിച്ചു തരാം. നമ്മളെ വാക്ക് തുടങ്ങിയാണ് ഗൈസ്. ഇതാണ് എന്റെ പുതിയ വാക്ക്. ഞാൻ പുതിയ പേരൊക്കെ സംഘടിപ്പിച്ചു. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോന്ന് താഴെ കമന്റ് ചെയ്യുക ഗൈസ്. എനിക്ക് അമ്മ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പനി കൂടുതലാണെന്ന്. അപ്പൊ ഗൈസ് നിങ്ങൾക്കൊക്കെ സുഖമാണോ? എനിക്ക് ഇച്ചിരി പനിയൊക്കെ കുറവുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഇളക്കമുണ്ട് ഗൈസ്. ഹായ്, നല്ല തണുപ്പ് നിങ്ങളുടെ അവിടെയൊക്കെ. അപ്പം ഇവിടെ തവളയുടെ തവള കുരയ്ക്കൂ ഇല്ല ഗൈസ്, തവളയുടെ കരച്ചിലാണ് നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. എനിക്കൊന്നും ആ കുളത്തിന്റെ അവിടെ ആ സൈഡിലാണ്. ചാടി വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. നമുക്ക് ചാടി വന്ന കാണുന്നില്ല ഗൈസ്. ഗൈസ് ഗൈസ് ഇവിടെ ഒരു പൂ കാണിച്ചു, വെള്ളപ്പൂക്കൾ, മുല്ലപ്പൂ പോലെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ബൊഗെയിൻവില്ലയാണ്. നിങ്ങൾക്ക് ഇരുട്ടായോണ്ട് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇതാണ് എന്റെ ബൊഗെയിൻവില്ല. ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെമ്പരത്തിയാണ് പീസ്. ഇവിടെ നിറച്ചും ആ മരത്തിൽ നിറച്ചും ചെമ്പരത്തി. മൈ പിങ്ക് തെച്ചിപ്പൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.